ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചെറുപയർ ദോശയാണ് കേട്ടോ. ചെറുപയറും പിന്നെ ഉഴുന്നും, 1 കപ്പ് ഉഴുന്ന്, 2 കപ്പ് ചെറുപയർ എന്നിങ്ങനെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഈ വെള്ളം തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ രാത്രി നല്ല കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട. ഇനി നിങ്ങൾക്ക് അരി ചേർക്കണമെന്നുണ്ടെങ്കിൽ അരി ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അരി നമ്മൾ ഏത് കപ്പിനാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അളന്നെടുക്കാം. എന്നിട്ട് കുതിർത്തിട്ട് ഇതേപോലെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഞാൻ അരി ചേർത്തില്ല വെച്ചിട്ട് ദോശയ്ക്കൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡയബറ്റീസ് ഉള്ളവർ പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാട്ടോ ചെറുപയർ ദോശ. ഞാൻ ആദ്യം അതിലേക്കുള്ള ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ദോശമാവ് ഓർഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചട്നിക്ക് ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1 വല്ലുള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി. എന്നിട്ട് കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒന്നും ഇടണമെന്നില്ല, ഒന്നാകെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റുക കേട്ടോ. നല്ല വഴണ്ടതിന് ശേഷം നമുക്കിതൊന്ന് ഉപ്പിട്ടിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് വഴറ്റാനിട്ടിട്ടുണ്ട്. സൗണ്ടിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ സൗണ്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം നല്ല വഴറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കേട്ടോ, ഒന്നില്ലെങ്കിൽ ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കും. ഞാൻ ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം ഞാൻ ദോശ പരത്താൻ വേണ്ടി ദോശക്കല്ല് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ദോശ പരത്തിയെടുക്കാം. നല്ല വലുതാക്കി പരത്തണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കുക. ദോശയ്ക്കൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ. സാധാരണ നമ്മൾ എങ്ങനെയാണോ ദോശ ചുടുന്നത് അതുപോലെ ദോശ ചുട്ടെടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഈ ചെറുപയർ ദോശ കഴിക്കുന്നത് ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങളിത് ഈ ഫസ്റ്റ് ടൈം ഇത് ടേസ്റ്റ് ചെയ്യണത്. അങ്ങനെ ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. നമ്മളെ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൻ്റെ റെസിപ്പീസ് ഇടാറുണ്ട്. ഇത് ചട്നിയൊക്കെ റെഡിയായി. ഇനി അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ചട്നിയും ദോശയും കൂടി ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ. ഈ ദോശ നമ്മൾ മറ്റേ ദോശ മാതിരി ഇങ്ങനെ ചുട്ട് വെക്കരുത്, ചൂടോടെ ചുടുക, എന്നിട്ട് ചട്നി കൂട്ടി കഴിക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ